മാനേജറായിരുന്ന വിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ലെന്ന നടൻ ഉണ്ണി മുകുന്ദൻ. മലയാള സിനിമയിലെ 2 നടിമാരോട് വിപിൻ കുമാർ മോശമായി പെരുമാറിയെന്നും ഇത് ചോദിക്കാനാണ് ഫ്ളാറ്റിലേക്ക് പോയതെന്നും ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന് തെളിഞ്ഞാൽ അഭിനയം നിർത്താൻ തയ്യാറാണെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. മുൻ മാനേജർ എന്ന് പറയുന്ന വിപിൻ കുമാറുമായുള്ളത് അടിക്കേസല്ലെന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. 2 നടിമാർ വിപിനെ കുറിച്ച് പരാതി പറഞ്ഞു. ഇക്കാര്യം ചോദിക്കാനാണ് വിപിന്റെ അടുത്തേക്ക് പോയത്. എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം, ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. സൺഗ്ലാസ് എടുത്തെറിഞ്ഞു എന്നത് സത്യമാണ്, പക്ഷേ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്, ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു, സത്യമാണ്. തനിക്കെതിരെ പെണ്ണുകേസ് വരുമെന്ന് ഭയമുണ്ട്, അതുകൊണ്ടാണ് DGPക്കും ADGPക്കും പരാതി നൽകിയത്. അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ DGPക്കും ADGPക്കും അയച്ചു കൊടുത്തത്. നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും. ബട്ട് നാ എനിക്ക് പേടിയുണ്ട്. സാധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാറില്ല, പക്ഷേ എന്നെ കുത്തിക്കൊല്ലുന്നും എന്നെ വധഭീഷണി നടത്തുന്നു. പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡിഫേമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തിട്ട് എന്നിട്ട് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോവുക. ടോവിനോ തന്റെ അടുത്ത സുഹൃത്താണ്. മാധ്യമ ശ്രദ്ധ കിട്ടാനാണ് തന്റെ പേര് വലിച്ചിഴച്ചത്. ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടൻ്റെ പേരിട്ടപ്പോൾ ഐ ബിലീവ് നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയി. അതല്ല, അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എൻ്റെ മാർക്കോ സിനിമ ഹിറ്റായപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. ARM ഹിറ്റായപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല. തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിപിനെ ആയുധമാക്കുകയായിരുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ ആരോപിച്ചു. താൻ സിനിമയിലെ ഒരു ലോബിയുടെയും ഭാഗമല്ല, ഗോഡ് ഫാദറുമില്ല. അമ്മയും ഫെഫ്കയും തമ്മിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ഇതിനിടെ മാനേജർ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി എറണാകുളം സെഷൻസ് കോടതി തീർപ്പാക്കി. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്ന പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചാണ് കോടതി നടപടി. വിപിൻ കുമാറിനെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നത് വാസ്തവവിരുദ്ധമായ കാര്യമാണെന്നുമായിരുന്നു ഉണ്ണി മുകുന്ദന്റെ വാദം. ന്യൂസ് മലയാളം, കൊച്ചി.